ഹലോ ഗൈസ്, നമസ്കാരം. ഇന്റർവ്യൂ എന്ന് പറയുന്നതിന്റെ കോൺസെപ്റ്റ് തന്നെ നശിപ്പിക്കുന്ന കുറെ പൊട്ട ഇന്റർവ്യൂവർമാരുള്ള നാടാണ് നമ്മുടേത്. അവരുടെ വിചാരം എന്ന് പറയുന്നത് നമ്മളെ വിളിച്ചുകൊണ്ട് ഫ്രണ്ടിലിരുത്തി എന്ത് തോന്നിവാസവും നമ്മളോട് ചോദിക്കാന്നുള്ളതാണ്. ഇവരുടെയൊക്കെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഇത് കേൾക്കുന്ന വ്യൂവേഴ്സിന് പോലും എടുത്തതല്ലാന്ന് തോന്നും. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവര് ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ട് ചോദിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വിളിച്ചു വരുത്തി അപമാനിച്ച് വിടുക എന്നുള്ളതാണ് സത്യത്തിൽ ഇവരുടെയൊക്കെ ഉദ്ദേശം. ഇവരൊക്കെ എത്ര കളിയാക്കലും പരിഹാസവും ചീത്ത വിളി കേട്ടാലും അടങ്ങത്തില്ല. അവർ പിന്നെ അത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഭയങ്കര വൈറലാകുന്ന ഒരു ഇന്റർവ്യൂ ഉണ്ട്, ശരണ്യ ആനന്ദുമായിട്ട് നടത്തിയതാണ്. ശരണ്യയെ കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കും. ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. അപ്പൊ അവർ എവിക്റ്റ് ആയിട്ട് പുറത്ത് വന്നതിന് ശേഷം നടത്തിയ ഒരു ഇന്റർവ്യൂ ആണ്. അതിനകത്ത് എനിക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ടിട്ട് ഒരു സ്ത്രീ എന്ന രീതിയിൽ എനിക്ക് പോലും ദേഷ്യം തോന്നിപ്പോയി അയാളുടെ ആ ഒരു ക്വസ്റ്റ്യൻസ് കേൾക്കുന്നതിൽ. ഒരു കാര്യം ചോദിക്കുന്നതിൽ ഒരു രീതിയുണ്ട്, ഒരു മെത്തേഡ് ഉണ്ട്. ഒരു പെണ്ണിനെ വിളിച്ച് ഫ്രണ്ടിൽ കൊണ്ടിരുത്തിയിട്ട് അവരോട് ആ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിനൊരു ഒരു 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 ഇതുണ്ടല്ലോ. ആ ഒരു ഇതൊക്കെ കളഞ്ഞിട്ട് ഈ റെസ്പെക്ട് എല്ലാം കളഞ്ഞിട്ട് അങ്ങ് ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അയാൾ ചോദിക്കുന്നത്. ഈ ശരണ്യെ കുറിച്ച് പുറത്തുണ്ടായിരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു വിവാദം എന്ന് പറയുന്നത് പുള്ളിക്കാരിയുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ തന്നെയാണ്. ഭയങ്കര എക്സ്പോസ്ഡ് ആയിട്ടുള്ള, ശരീരം നന്നായിട്ട് എടുത്തു കാണിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളാണ് അവർ മിക്കതും ധരിച്ചിട്ടുള്ളത്. അപ്പൊ ശരണ്യെ സംബന്ധിച്ചിടത്തോളം ശരണ്യ ഒരു ഫാഷൻ ഇൻഫ്ലുവൻസർ ആണ്. അവർക്ക് അങ്ങനെ പല രീതിയിലുള്ള ബ്രാൻഡുമായിട്ട് കൊളാബറേഷൻ ഉണ്ടാകും. അപ്പൊ അത്തരത്തിലുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ അവർ ധരിച്ചെന്ന് വരാം. പിന്നെ ഈ ഒരു ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാർ പറയുന്നത് ഇത് കുടുംബ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോയാണ്, കുടുംബമായിട്ട് കാണാൻ പറ്റത്തില്ല, നമ്മുടെ സംസ്കാരത്തിന് ചേരുന്നതല്ല. കുടുംബ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതേ ഷോയിൽ തന്നെ കുടുംബത്തിന് പോലും കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും ഒരു ഉളുപ്പുമില്ലാതെ എടുത്ത് കാണിക്കാറുണ്ട്. പിന്നെ നമ്മുടെ സംസ്കാരത്തിന് ചേരുന്നതല്ല എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ സംസ്കാരത്തിൽ പണ്ട് കാലത്ത് നമ്മുടെ സ്ത്രീകൾ എങ്ങനത്തെ വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത് എന്നൊന്ന് ആലോചിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാം. വളരെ കുറച്ചു കാലമായതേ ഉള്ളൂ നമ്മുടെ സംസ്കാരത്തിലുള്ള സ്ത്രീകൾ വളരെയധികം കവർ ചെയ്യുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ഇട്ടു തുടങ്ങിയിട്ട്. അതിനു മുമ്പ് നല്ല രീതിയിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ തന്നെയായിരുന്നു നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ധരിച്ചിരുന്നത്. പിന്നെ വസ്ത്രം എന്ന് പറയുന്നത് ഒരാളുടെ കംഫോർട്ട് സോൺ ആണ്. അവിടെ എന്ത് ചെയ്യണം, എങ്ങനെ ധരിക്കണം എന്നുള്ളത് അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സ് ആണെന്നാണ് എൻ്റെ ഒരു ധാരണ. മാത്രമല്ല, വസ്ത്രധാരണം ഒരാളുടെ ക്യാരക്ടറുമായിട്ട് യാതൊരു വിധത്തിലുള്ള കമ്പാരിസണും നടത്താൻ വേണ്ടി പറ്റത്തില്ല. ഒരാൾ ഇങ്ങനെയുള്ള വസ്ത്രം ധരിക്കുന്നു എന്ന് വെച്ച് അയാൾ മോശക്കാരിയാണ്, മോശപ്പെട്ട പെണ്ണാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിനെക്കാട്ടിൽ മോശപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ബിഗ് ബോസിനകത്ത് കാണിച്ചിട്ടുള്ള വേറെ പല ആൾക്കാരും ഉണ്ടല്ലോ. അപ്പൊ ഏതായാലും ഒരു സ്ത്രീയെ വിളിച്ചു വരുത്തി അയാളുടെ ഫ്രണ്ടിൽ ഇരുത്തി ചോദ്യങ്ങൾ ചോദിച്ച് അപമാനിച്ചു വിടുന്നത് അത്ര നല്ല കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇനി അതിനെക്കാട്ടിലും ശരണ്യെ ദേഷ്യപ്പെടുപ്പിച്ച വേറൊരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അഖിൽ മാരാറ് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ്, ശരണ്യം അതിനകത്ത് പാട്ടാണോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ശരണ്യോട് ചോദിക്കാം, നിങ്ങൾ പവർ ടീമിന്റെ ഭാഗമായിട്ട് നിന്നതുകൊണ്ടല്ലേ, അങ്ങനെ സേഫ് ആയിട്ട് നിന്നതുകൊണ്ടല്ലേ ബിഗ് ബോസിൽ നിലനിന്നത്? പക്ഷെ അയാൾ ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ ഡ്രസ്സ് ഇങ്ങനെ എക്സ്പോസീവ് ആയിട്ട് കാണിച്ചുകൊണ്ടല്ലേ നിങ്ങൾ അവിടെ നിന്നത്? നിങ്ങളും ആ ഒരു സ്ത്രീകളുടെ പാട്ടാണോ? എന്തൊരു മോശപ്പെട്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇയാൾ സത്യത്തിൽ സമൂഹത്തിന് അയാളുടെ ഇന്റർവ്യൂ വഴി എന്ത് എക്സാമ്പിൾ ആണ് കാണിച്ചു കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്തരത്തിൽ എന്ത് തോന്നിവാസവും നമുക്കൊരു സ്ത്രീയെ വിളിച്ച് ഫ്രണ്ടിൽ കൊണ്ടിരുത്തിയിട്ട് സംസാരിക്കാം. അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, അയാളോട് ചോദിക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു റെസ്പെക്ട് കൊടുത്തൊരു മര്യാദ കൊടുത്തിട്ട് സംസാരിക്കാം. നമ്മുടെ ചോദ്യം എത്രത്തോളം റെസ്പെക്ട്ഫുൾ ആണ് എന്നതിനനുസരിച്ചിരിക്കും നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന ഒരു ഉത്തരം റെസ്പെക്ട്ഫുൾ ആവണമെങ്കിൽ നമ്മുടെ ചോദ്യവും റെസ്പെക്ട്ഫുൾ ആകണം. അതല്ലാതെ ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൈകടത്തുകയും അയാൾ ഇത്തരത്തിലുള്ള ഒരു സ്ത്രീ ആണോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നത് വളരെ മോശമാണ്. അല്ലെങ്കിൽ അഖിൽമാരാറ് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് ശരണ്യയുടെ അഭിപ്രായം എന്താണ്? അങ്ങനെയുള്ള സ്ത്രീകൾ ഉണ്ട് എന്ന് ശരണ്യക്ക് തോന്നുന്നുണ്ടോ? ഇത്തരത്തിലുള്ള മാന്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കരുതോ? ഇയാളുടെയൊക്കെ വിചാരം എന്ത് തോന്നിവാസവും ആരെയും വിളിച്ച് പറയാം, ആരോടും ചോദിക്കാം എന്നുള്ളതാണ്. ഈ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ആണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്.